നമസ്കാരം. അഴിമതികൾ തുടച്ചു മാറ്റും, അഴിമതിരഹിത ഭരണമായിരിക്കും എൻ്റെ സർക്കാർ നടപ്പിലാക്കുന്നതും അതുതന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വലിയ ഒരു അഴിമതി അരങ്ങേറിയ സംഭവം ഇപ്പോൾ നടന്നിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായി അത്തരത്തിലുള്ള അഴിമതി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു. അതിന് പിന്നിൽ അഴിമതി നടക്കുകയും ചെയ്തു എന്ന വിവരമാണ്. അതായത് മോട്ടോർ വാഹന വകുപ്പിലാണ് അത്തരത്തിൽ അഴിമതിയുടെ ഒരു അരങ്ങേറ്റം നടന്നത്, നീക്കം നടന്നത്. അത് ഈ നാട്ടിലെ വാഹനങ്ങളുടെ, അതായത് നമ്മുടെ വാഹനങ്ങൾ BS4 ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, BS4ൽപ്പെട്ട 4 ചക്ര വാഹനങ്ങളും അതുപോലെ ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങൾക്കും പുക പരിശോധന നടപ്പിലാക്കുന്ന, പുക പരിശോധന എടുക്കേണ്ടത് 6 മാസത്തിലൊരിക്കൽ പുക പരിശോധന എടുക്കണമെന്ന് സർക്കാർ ഒരിക്കൽ ഉത്തരവിറക്കിയിരുന്നു. 2022 ആഗസ്റ്റിലോ ആണ് എൻ്റെ ഓർമ്മ, അങ്ങനെ ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിൻ്റെ പിന്നിൽ വളരെ വിദഗ്ധമായ അഴിമതിയാണ് നടന്നത് എന്നത് വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും അത്തരത്തിലൊരു ഉത്തരവിറങ്ങില്ലല്ലോ. മന്ത്രി ആന്റണി രാജു മന്ത്രിയായിരിക്കുന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലെ അഴിമതി എന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒരു 6 മാസത്തിലൊരിക്കൽ ഈ പുക പരിശോധന സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നൊരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അഴിമതി വരുന്നത് എന്ന് ഒരുപക്ഷെ പ്രേക്ഷകരിൽ പല നല്ല പ്രേക്ഷകർക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ലായിരിക്കാം. പക്ഷെ അതിനകത്തൊരു വളരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്. അതായത് 50 ലക്ഷത്തിലധികം വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ വളരെയധികം പുക പരിശോധനാ കേന്ദ്രങ്ങൾ, 10,000-കണക്കിന് പുക പരിശോധനാ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഈ പുക പരിശോധനാ കേന്ദ്രങ്ങൾ മുഴുവനും ഒരു പ്രത്യേക അവരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു പരാതി നൽകുന്നു. ഞങ്ങൾക്ക് പുക പരിശോധന 6 മാസത്തിലൊരിക്കൽ ആക്കണം എന്ന് പറഞ്ഞൊരു പരാതി നൽകുന്നു. ഈ പരാതി നൽകുക എന്ന് പറഞ്ഞാൽ പരാതി മന്ത്രിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ അഴിമതി നടത്താൻ നിൽക്കുന്ന ഒരു ടീമിൻ്റെയും നിർദ്ദേശപ്രകാരം കൊടുക്കുന്ന പരാതിയാണ്, അല്ലാതെ ഇവർ നേരിട്ട് കൊടുക്കുന്ന പരാതിയല്ല. എന്തായാലും അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഇതിന് പിന്നിലെ അഴിമതി എന്ന് നോക്കാം. അതായത് ഈ പുക പരിശോധനാ കേന്ദ്രങ്ങൾ കേരളത്തിൻ്റെ എമ്പാടും 10,000-കണക്കിനുണ്ട്. അവിടെ നിന്നും ഓരോ പുക പരിശോധനാ കേന്ദ്രത്തിൽ നിന്നും ഒരു പ്രത്യേക തുക പിരിച്ചെടുക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഈ 10,000-ലധികം വരുന്ന 10,000-ലധികം വരുന്ന ഈ പുക പരിശോധനാ കേന്ദ്രങ്ങളെല്ലാം കൂടി വരുമ്പോൾ കോടിക്കണക്കിന് രൂപ ആയിട്ട് മാറും. അങ്ങനെ കോടിക്കണക്കിന്, വെറും 2,000 രൂപ വെച്ച് കൊടുത്താൽ പോലും, ഒരു പുക പരിശോധനാ കേന്ദ്രം 2,000-ഓ 5,000 രൂപ വെച്ച് കൊടുത്താൽ പോലും കോടിക്കണക്കിന് രൂപ അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപ മന്ത്രിക്കും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി വീതിച്ചു നൽകി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉത്തരവ് ഉണ്ടാക്കിയെടുക്കാം. അത് കാരണം ഒരു വർഷത്തിലൊരിക്കലാണ് പുക പരിശോധന നടത്തേണ്ടത്. ആ പുക പരിശോധന ഒരു വർഷത്തിലൊരിക്കൽ നടത്തേണ്ടത്, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം പുക പരിശോധന നടത്തുമ്പോൾ അത്രയ്ക്ക് തുക ഈ പുക പരിശോധനാ കേന്ദ്രങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു 5,000 രൂപ ഒരു പുക പരിശോധനാ കേന്ദ്രം, അല്ലെങ്കിൽ 10,000 രൂപ ഒരു പുക പരിശോധനാ കേന്ദ്രം ഈ അഴിമതിക്ക് വേണ്ടി സംഭാവനയായിട്ട് കൊടുത്താൽ പോലും അവർക്ക് ലാഭമാണ് വരുന്നത് എന്നതാണ് ഇതിൻ്റെ പിന്നിൽ. ഇത്തരത്തിലുള്ള അഴിമതി പല ഭരണകൂടം ഇരിക്കുമ്പോഴും പല തരത്തിലും നടന്നിട്ടുണ്ട്. എന്തായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ മോട്ടോർ വാഹന വകുപ്പ് നിയമം അനുസരിച്ച്, അതായത് 1989-ലെ 117-ാം വകുപ്പ് അനുസരിച്ചിട്ട് ഈ പുക പരിശോധന 1 വർഷം എന്നത് നിശ്ചയപ്പെടുത്തിയാണ്. അപ്പം സംസ്ഥാന സർക്കാരിന് അത്തരത്തിലൊരു ഉത്തരവിറക്കാൻ അധികാരമില്ല. ആ അധികാരം പോലും ഇല്ലാതെയാണ് പിണറായി വിജയന്റെ സർക്കാർ മോട്ടോർ വാഹന വകുപ്പ് ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്തായാലും പുതിയ ഒരു മന്ത്രി ഈ മോട്ടോർ വാഹന വകുപ്പിന് വന്നതോടുകൂടി, KV ഗണേഷ് വരുന്നതോടുകൂടി അതിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ ഈ ഉത്തരവ് ക്യാൻസൽ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അറിയുന്നത് ആ ഉത്തരവ് റദ്ദാക്കി എന്ന് തന്നെയാണ്. എന്തായാലും വലിയൊരു അഴിമതി നടക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമമാണ് നടന്നത്. അതിന് കുറേയൊക്കെ അഴിമതി പണങ്ങൾ ഈ മോട്ടോർ വാഹന വകുപ്പിനും ആന്റണി രാജു മന്ത്രിക്കും കിട്ടിക്കാണും, ഒരുപക്ഷെ കിട്ടിക്കാണുമായിരിക്കാം. എന്തായാലും ആ അഴിമതി ശ്രമം ഇപ്പോൾ തൽക്കാലം ഒരു പുതിയ മന്ത്രി വന്നതോടുകൂടി വേണ്ട എന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്.